നമുക്ക് ആദ്യം വയനാട്ടിലേക്ക് പോകണം. കഴിഞ്ഞ 2 ദിവസമായി നമ്മെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് വരുന്നത്. ദുരന്തഭൂമിയായി വയനാട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ തെരച്ചിൽ തടസ്സമാണ്. അവിടെ കഴിഞ്ഞ 2-3 ദിവസമായി കനത്ത മഴയാണ്. ഇന്നലെ തെരച്ചിൽ നടക്കുമ്പോഴും വലിയ മഴ അവിടെ ഉണ്ടായിരുന്നു. തുരങ്കപാത ദുരന്തത്തിൽ അന്വേഷണ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രി ഇന്നലെ 2 തരത്തിലുള്ള അന്വേഷണം, അതിൻ്റെ നിയമപരമായുള്ള വിഷയവും സാങ്കേതികമായ വിഷയത്തിലുമുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു മന്ത്രിസഭായോഗത്തിൽ. അതിനുശേഷമാണ് മുഖ്യമന്ത്രി വയനാട്ടിലെത്തുകയും പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തത്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈ 5 പേരും കമ്പനിയുടെ ജീവനക്കാരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുരങ്കപാതയുടെ 2 വശവും പരിശോധിച്ച ശേഷം മാത്രമേ ഇനി പ്രവർത്തനം ആരംഭിക്കൂ എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. തൽക്കാലം ഇതിന് നിർമ്മാണമൊക്കെ നിർത്തിവെച്ച ഒരു പശ്ചാത്തലമുണ്ട്. ടെക്നോ ലീഗൽ സ്റ്റഡി, നേരത്തെ പറഞ്ഞ പോലെ 2 തരത്തിലുള്ള അന്വേഷണം അത് പൂർത്തിയാക്കും. അതിൻ്റെ പഠനവും നടത്തും. പ്രതിപക്ഷം ഇന്ന് ദുരന്തബാധിത പ്രദേശത്തെത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരാണ് അവിടേക്ക് എത്തുക. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, 5 പേരുടെ വിവരം ലഭ്യമാകാനുണ്ട്. തെരച്ചിൽ ഇന്നിപ്പോൾ 3-ാം ദിവസത്തേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലം പ്രധാനമാണ്. എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ തെരച്ചിലിന് ഇപ്പോൾ വിഘാതമായിരിക്കുന്നത് 1 മഴയാണ്, 2 മണ്ണിടിയും എന്നുള്ള ഭീതി അവിടെയുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോഴും സ്പീഡിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് റെഡ് അലർട്ടാണ്. രാവിലെ മുതൽ നല്ല മഴ വയനാട് അനുഭവപ്പെടുന്നുമുണ്ട്. ഇത് ഇന്നത്തെ തെരച്ചിലിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാനാവുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു മഴ പെയ്യുമ്പോൾ അവിടെ അടിഞ്ഞുകൂടിയ മണ്ണ് അത് വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരവസ്ഥയാണെങ്കിൽ കൂറ്റൻ ഹിറ്റാച്ചി അല്ലെങ്കിൽ JCB എല്ലാം അവിടേക്ക് ഇറക്കി പരിശോധിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമായിരിക്കും. കാരണം ഇടിയുന്ന മണ്ണിലേക്ക് ഒരിക്കലും ഭാരമേറിയ ഈ വാഹനങ്ങൾ പൂർണ്ണമായിട്ട് ഇറക്കി പരിശോധിക്കാൻ കഴിയുകയില്ല. അത് വീണ്ടും ഒരു അപകടത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് അത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി മഴ തുടരുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അവസ്ഥ. ഇന്നിപ്പോൾ സോൺ 3 കേന്ദ്രീകരിച്ച് പരിശോധിക്കുമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്.